അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ ഇതുവരെ നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിച്ചു. അത് എഴുതേണ്ട എഴുത്ത് രൂപം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം, എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളത് വിശദമായി പഠിപ്പിച്ചു. ഇനി അതിൻ്റെ കോപ്പി എഴുത്ത് രൂപമാണ്. ഇത് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് അതിൻ്റെ കോപ്പിയാണ്. 2 വിദ്യാഭ്യാസ ബോർഡിനും കോപ്പികളുണ്ട്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഇറക്കുന്നതല്ലാത്ത മറ്റു കോപ്പികളും ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കോപ്പിയാണ്. ഇത് 2ാം ക്ലാസ്സിലെ കോപ്പിയാണ്. എഴുത്ത് പഠിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായതും എളുപ്പമുള്ളതും ആദ്യം 1-2 പ്രാവശ്യം 2ാം ക്ലാസ്സിലെ കോപ്പി എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ 1ാമത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ലാദ് വരെയുള്ള അക്ഷരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹാ വരെയാണ് പഠിച്ചത്. അപ്പം നമ്മൾ പഠിച്ചത് വരെയുള്ള അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളുടെ മുകളിലൂടെ നമ്മൾ പഠിച്ച നിയമപ്രകാരം എഴുതുക. അലിഫ് എഴുതലെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് അലിഫ്, ബാ, ത, സ, ജീം, ഹ, ഖ. ഇതിൻ്റെ മുകളിലൂടെ മാക്സിമം അമർത്തി എഴുതാഞ്ഞാൽ മതി. പെൻസിൽ ചലിപ്പിക്കുക, അത്രയുള്ളൂ. അമർത്തി എഴുതിയാൽ എന്താവും, കീറിപ്പോവും. അപ്പം ഇതിൻ്റെ മുകളിലൂടെ മാക്സിമം എത്ര പ്രാവശ്യം നമുക്ക് എഴുതാൻ കഴിയുമോ അത്രത്തോളം എഴുതുക. 10, 20, 50, 100 നമുക്ക് എഴുത്തിൻ്റെ ആ ശൈലി, ആ ഒഴുക്ക് ക്ലിയർ ആവാൻ നല്ലതാണ്. ഇതിൻ്റെ മുകളിലൂടെ മാക്സിമം എഴുതുക. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പേജ്, ഫസ്റ്റ് പേജ് ഇതാണ്. ഈ ഫസ്റ്റ് പേജിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ താഴെ വരി ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്. താഴെ വരി ഇത് തീരെ നിറം ഇല്ലാതെ, കട്ടിയില്ലാതെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകുക. കണ്ടോ, ഈ പേജ് കണ്ടോ, ഇതാണ് ഈ വരി. ഈ വരിയുടെ മുകളിലൂടെ നമ്മൾ നിയമപ്രകാരം 3 പ്രാവശ്യം എഴുതുക. ഇവിടെ അബുൻ എന്ന് എഴുതുമ്പോൾ അലിഫ് ആദ്യം ഇടുന്നു, പിന്നെ ബാ ഇടുന്നു. അതിനുശേഷമാണ് ഹംസയും ഫത്തഹയും ബാവിൻ്റെ പുള്ളിയും ലമ്മാ തൻവീനും. ഇബിൻ അലിഫ് ഇടുന്നു, ബാ ഇടുന്നു, നൂനിടുന്നു. നൂന് കുറച്ച് താഴത്തേക്ക് ഇറക്കിയിരുന്നു, അത് നമ്മൾ പിന്നീട് പഠിക്കും. കിസറ ഇടുന്നു, പുള്ളി ഇടുന്നു, സുക്കൂൻ ഇടുന്നു, നൂനിൻ്റെ പുള്ളി ഇടുന്നു, തൻവീൻ ഇടുന്നു. അങ്ങനെയായിട്ട് പോന്നിട്ട് അങ്ങനെയാണ് ഒരു വേർഡ് എഴുതുമ്പോൾ നബുത്തുൻ നൂനിടുന്നു, ബാ ഇടുന്നു, ദാ ഇടുന്നു, നൂനിൻ്റെ പുള്ളി ഇടുന്നു, ഫത്തഹ ഇടുന്നു, ബാവിൻ്റെ പുള്ളി ഇടുന്നു, സുക്കൂൻ ഇടുന്നു, ദാവിൻ്റെ പുള്ളി ഇടുന്നു, ലമ്മാ തൻവീൻ ഇടുന്നു. അങ്ങനെ അലിഫ്, ബ, ത, സ, നൂൻ എന്നൊക്കെയാണ് ഈ ലൈനിൽ എഴുതാനുള്ളത്. ഈ ലൈനിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ എഴുതും. അതിനുശേഷം നമ്മൾ കാണുന്നില്ലേ 1, 2, 3, 4, 5, 6, 7, 8 വരിയാണ്. സാധാരണ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്പർ ഇടാറ്. ഇവിടെ അടിയിൽ നിന്ന് മേലോട്ടാണ് നമ്പർ ഇട്ടത്. എന്താണ് അതിൻ്റെ ഹിക്മത്ത്? അത് നമ്മൾ മുകളിൽ നിന്ന് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 1 ഇട്ടാൽ നമ്മൾ ഇവിടെ നോക്കിയിട്ട് അബുൻ ഇവിടെ എഴുതും, അലിഫിടും, ബാ ഇടും, എന്നിട്ട് അബുൻ എന്ന് എഴുതും. അങ്ങനെ ഇതിങ്ങനെ എഴുതി പോന്നിട്ട് അടുത്ത ഇത് 2ാം നോട്ടിക്കോളി. എന്നാൽ നമ്മൾ ഇവിടെ അബുൻ എഴുതുമ്പോൾ ഇവിടെ നോക്കി എഴുതില്ല, നമ്മൾ ഇവിടെ നോക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇതിൽ വല്ല തെറ്റുകളും മിസ്റ്റേക്കൊക്കെ വരുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ എഴുത്ത് പഠിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ ആ തെറ്റ് നമ്മൾ ഇവിടെ ആവർത്തിക്കും. ഇവിടെ എഴുതുമ്പോൾ ഇവിടെ നോക്കിയിട്ട് എഴുതുക, അപ്പോൾ ഇവിടെ ആവർത്തിക്കും. അതില്ലാതിരിക്കാനാണ് ഇവിടെ, ഇതാണ് 2ാമത്തെ വരി. 1ാമത്തെ വരി നമ്മൾ എഴുതി 3 പ്രാവശ്യം. 2ാമത്തെ വരി ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ മുകളിൽ നോക്കുക അബുൻ, അപ്പോൾ അവിടെ നോക്കിയിട്ട് അലിഫ് ഇടുന്നു, അവിടെ നോക്കിയിട്ട് ബാ ഇടുന്നു, അവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കോപ്പി അടിക്കരുത്. അവിടെ നോക്കി ജസ്റ്റ് എഴുതുന്നോട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഹംസ ഇടുന്നു, ഫത്തഹ ഇടുന്നു, ബാവിൻ്റെ പുള്ളി ഇടുന്നു, ലമ്മാ തൻവീൻ ഇടുന്നു. അങ്ങനെ ഇത് നമ്മൾ ഫുള്ളാക്കിയിട്ട് അടുത്ത വരി നമ്മൾ എഴുതും, 3ാമത്തെ വരി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടുത്തെ നോക്കാൻ കഴിയില്ലല്ലോ, കാരണം നമ്മുടെ കയ്യിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ നോക്കും. 4ാമത്തെ വരി എഴുതുമ്പോൾ ഇവിടെ നോക്കിയിരുന്നു, 5ാമത്തെ വരി എഴുതുമ്പോൾ ഇവിടെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ തെറ്റ് എന്ത് ചെയ്യില്ല, ആവർത്തിക്കില്ല. എപ്പോഴും ശരി മാത്രം നോക്കിയിട്ട് നമ്മൾ എഴുതും. നേരെ മറിച്ച് മുകളിൽ നിന്ന് എഴുതി പോരുമ്പോൾ നമ്മൾ തെറ്റ് നോക്കിയിട്ട് തെറ്റ് ആവർത്തിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ സിസ്റ്റം വെച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതണം. ഒരു ദിവസം തന്നെ മുഴുവനാണ് എഴുതരുത്. ഇത് ഒരു 3 പ്രാവശ്യം എഴുതാം. വേണമെങ്കിൽ ഒരു വരി ഇവിടെ നോക്കിയിട്ട് ഇവിടെയും കൂടി എഴുതാം ഒരു ദിവസം. 2ാമത്തെ ദിവസം 2, 3 വരി എഴുതാം. 2 വരി മതി. 3ാമത്തെ വരി അത്ര നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റും. അത് ഇവിടെ നോക്കിയിട്ട് തന്നെ എഴുതണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ സമയം എടുത്തിട്ട് സാവകാശം എഴുതണം. അല്ലാതെ അങ്ങോട്ട് കുത്തി വരിഞ്ഞ് പോകരുത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി 2 വരിക്ക് എഴുതിയാൽ മതി. 2 പിന്നെ 2 പിന്നെ 2. എന്നിട്ട് അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, ഏത് ശരിയാണോ എന്ന്. എനിക്ക് നോക്കാൻ പറ്റിയ ആളുകളോട് എന്ത് ചെയ്യുക, നോക്കിക്കൊക്കെ ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത പേജ് എടുക്കുക, അങ്ങനെ എഴുതുക. ഇതാണ് കോപ്പി എഴുത്തിൻ്റെ സിസ്റ്റം. അത് സാവകാശം സമയമെടുത്ത് അതിന് വേണ്ടി ഇരുന്ന് ഈ കോപ്പി പുസ്തകം ഒരു പകുതി മുക്കാൽ എഴുതി കഴിയുമ്പോഴേക്കും തന്നെ എഴുത്ത് ഉണ്ടാകും, നല്ല രൂപത്തിലാകും. മറ്റക്ഷരങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അക്ഷരങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഓരോ അക്ഷരങ്ങളും എഴുതേണ്ട രൂപവും ശൈലിയൊക്കെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് അതോടൊപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ എഴുത്ത് പുതിയ ശൈലിയിലേക്കും പുതിയ രൂപത്തിലേക്കും നല്ല ഭംഗിയിലേക്കൊക്കെ മാറുകയുള്ളൂ.